ഹലോ ഫാമിലി, വെക്കേഷനായി ഇതേ കാർണിവൽ തുടങ്ങിയിട്ടുണ്ട്. സമ്മർ കാർണിവൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് 100 രൂപയായിട്ടാണ് എൻട്രി ഫീസ് വരുന്നത്. അപ്പൊ എനിക്ക് പ്രത്യേകത തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് കയറുന്നത് ഇങ്ങനെ ഒരു നീല വെളിച്ചത്തിൽ കൂടിയാണ്, ഒരു ഗുഹയിൽ കൂടി കേട്ടോ. ഞാൻ വിചാരിച്ച പ്രേതമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു വന്നത്. നമ്മൾ സാധാരണ എക്സ്പോന് പോണവരെ എല്ലാ ആക്ടിവിറ്റിയിലും കൊണ്ടുപോയി പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യം ഇതിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എനിക്കൊന്ന് പോക്കറ്റ് കാലിയാവാത്തൊരു എക്സ്പോ ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവുന്ന രീതി പിള്ളേരെ കൊണ്ടുപോകാതിരിക്കേണ്ട. പിള്ളേർക്കും തന്തമാർക്കും തള്ളമാർക്കും പോകാൻ പറ്റുന്ന സംഭവമാണ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ കാണുന്നത് എന്റെ പൊന്നോ കുറെ ജീവികളാടാ. പാമ്പ്, പിന്നെ എന്താണ് പൂച്ച, ഇതിനെന്താന്ന് പറയുന്നത് എനിക്കറിയില്ലടാ. ഈ മക്മാനി പറയണ ഓന്തിന്റെ തന്നെ വലിയ സാധനം ഉണ്ടല്ലോ. ആള് ഭയങ്കര പാവത്താനാന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഈ മുഖം കാണുമ്പോ എങ്ങനെ ലാളിക്കാൻ എനിക്ക് തോന്നണില്ല കണ്ടിട്ട്. പിന്നെ പാമ്പുകൾ പല വിധം ഉണ്ടായിരുന്നിട്ട്. സത്യത്തിൽ എനിക്ക് പാമ്പിനോട് വൈരാഗ്യോ എന്താണെന്ന് അറിയത്തില്ല. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് പാമ്പിന്റെ വീഡിയോ അത് ഞാൻ എടുത്തില്ല. ഇങ്ങനെ വളവളാന്ന് പറഞ്ഞ് കിടക്കണ കാണുമ്പോ തന്നെ എന്തോ പോലെ ഇതുങ്ങൾ പാവത്തന്മാരെ പോലെ കിടക്കണ്ടായിരുന്നു. പിന്നെ എന്താണ് നമ്മുടെ ഈ കാട്ടുപൂച്ചയ്ക്കില്ല, അതിനെന്താണ് ആ പൂച്ചയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ചെറിയ പുലിക്കുട്ടി, അയ്യോ പുലിക്കുട്ടിയാണോ തിരുതി ഓടിച്ചെന്നപ്പോഴേക്കാണ് പൂച്ച തന്നെ വലിപ്പമുള്ളത് ഈ സാധനം കേട്ടോ. ഇതെനിക്ക് മര്യാദക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ തത്തമ്മയൊക്കെ ഉണ്ടല്ലോ കിടന്ന് അലറണ തത്തമ്മയും, പിന്നെ കഴുത്തേ കൂടി ഇടാനായിട്ട് പാമ്പിനെയൊക്കെ അവർ വെച്ചിട്ടുണ്ടല്ലോ. അതിന് എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ, അതിന് മാത്രം. ബാക്കിയൊന്നിനും അങ്ങനെ വേറെ പൈസ ഒന്നും ആവശ്യമില്ല. കുറെ ആക്ടിവിറ്റീസ്. പിന്നെ ഇതുണ്ട് കേട്ടോ, നമ്മുടെ ഇതാണ് യന്ത്ര ഊഞ്ഞാൽ എന്നൊക്കെ അല്ലേ എന്നെ പറഞ്ഞത്. നമ്മൾ ഈ അമ്പലമുറ്റത്തൊക്കെ കാണുന്നവർക്ക് വലിയ സാധനങ്ങളൊക്കെ തലകുത്തി മറിയുന്നതും ഒരു വഞ്ചി പോലത്തെ സാധനം, അതിനൊക്കെ സെപ്പറേറ്റ് പൈസ ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് ആലുവ മണപ്പുറത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോ ഭയങ്കര പൈസയായിട്ട് തോന്നി. അത്രയും ഇല്ല ഇവിടെ. പിന്നെ ഈ തത്തമ്മനെയൊക്കെ ഇടക്കിടക്ക് ഈ ഓരോ മരത്തുമ്പോ പോയി നിൽക്കുമ്പോഴേക്കും ഒരു തോട്ടിയായിട്ട് ഒരു ചേട്ടൻ നടക്കണ്ട, അതിനെ ഓടിച്ചിടുമ്പോഴേക്കും അതിന്റെ ഇടയ്ക്ക് ഒരു വൈബാണ്. എന്നാലും നമ്മൾ വിചാരിക്കും അതുങ്ങൾ വിരുത്താൻ സമ്മതിക്കുള്ളൂ. പിന്നെ അടുത്ത നമ്മൾ കയറുമ്പോഴേക്കും മെർമെയ്ഡിനെ കാണാൻ പറ്റും. ഇതുപോലെ 2 ബൊമ്മക്കുട്ടന്മാരവിടെ നിൽക്കണ്ടാവും. അതിൻ്റെ ഉള്ളിൽ മനുഷ്യരാണ്, അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രം അറിയാം. അതിൻ്റെ ഉള്ളിൽ ചൂടൊക്കെ ആയിരിക്കുമല്ലോ. എനിക്ക് തോന്നണ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന ഫാനൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇതുങ്ങളെ നിർത്തുന്നതെന്ന് തോന്നുന്നത്. അപ്പൊ ഞാൻ അന്നമ്മനടുത്തൊക്കെ, അന്നമ്മയ്ക്ക് ആദ്യൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ മനുഷ്യനാണല്ലോ. അപ്പൊ ഷെയ്ക്കാൻ്റെ കൊടുത്തപ്പോഴേക്കും പുള്ളിക്കാരിക്കോ അയ്യോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയാണല്ലോ എന്നൊക്കെ ഒരു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് പൈസ ഇടുന്ന കരുതി അവരെ കൊണ്ടുപോകാതിരിക്കില്ലേ. ഇതിനൊന്നും അങ്ങനെ പൈസ ഇല്ല. എൻട്രി ഫീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ 70 പോലത്തെ തന്നെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, നമ്മള് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന പോലെ ഉൽക്കയൊക്കെ വന്ന് നമ്മുടെ തലയിൽ തോന്നും. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഏതോ ഒരു അധോലോകത്ത് പെട്ട പോലത്തെ അവസ്ഥ. പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ നല്ല നാടൻ ഫുഡുകളൊക്കെ ഉണ്ട്. ചിക്കനും ബീഫും കപ്പ ബിരിയാണി എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. കുടിക്കാനും തിന്നാനും വാങ്ങാനും ഒക്കെ ഉണ്ട്. പക്ഷെ എടുത്തെടുത്ത് പറയുന്ന ഒരുപാട് കത്തി പ്രൈസ് ഈ പ്രാവശ്യം ഇല്ല. കടകളിലൊക്കെ ആണെങ്കിലും ഈ മറ്റേ യന്ത്രൂഞ്ഞാലിൽ കയറ്റുന്നതിനൊക്കെ ആണെങ്കിലും ഇല്ല. അതാണെങ്കിൽ ഒന്നത് മറൈൻ ഡ്രൈവിന്റെ അവിടെ ആയതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിലേക്ക് പോയി ഒന്ന് കഥയൊക്കെ പറഞ്ഞ് പുഴയുടെ അരിയത്തിരിക്കാനുള്ള ഒരു ഇതൊക്കെ മൊത്തത്തിൽ സെറ്റാണ്. ഒരുപാട് തിരക്കെന്ന് പറയാനില്ല, എന്നാൽ അത്യാവശ്യം തിരക്കുണ്ട്. പാർക്കിംഗ് കിട്ടാതിരിക്കുക അങ്ങനെയൊന്നുമില്ല. നോക്കിയേ മെർമെയ്ഡ്, നല്ലൊരു മെർമെയ്ഡായിരുന്നു. അങ്ങനെ പിടിച്ച് കൊച്ചു അത് അത്രയേറെ വെള്ളത്തിൽ കിടക്കുമ്പോൾ പിന്നെയും പോയി ഷോസ് കൊടുത്തിട്ട് തിരിച്ചു വരും കേട്ടോ. ഇതായിരുന്നു പരിപാടി. പിന്നെ എന്താണ്, പിന്നെ നമ്മള് റീൽസിലൊക്കെ കണ്ടവരെ ആകാശത്ത് പോയി നമുക്കൊരു ഡൈനിങ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ക്രെയിൻ വെച്ചിട്ട് ഒരു ഡൈനിങ് ടേബിൾ അങ്ങനെ തന്നെ ഉയർത്തുന്നു. അവിടെ കഴിക്കാനൊന്നും ഇല്ല കേട്ടോ. താഴേന്ന് വല്ല ജ്യൂസൊക്കെ തന്നാ അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ മേടിച്ചിട്ട് അതിന്റെ മുകളിൽ ആകാശത്ത് പോരുന്ന് കഴിക്കണം. എനിക്കത് എല്ലാരും റീൽസിൽ പുകഴ്ത്തിയ പോലെ എനിക്കത് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഒരാൾക്ക് 200 രൂപയാണ്. വേണമെങ്കിൽ മേളിൽ കയറിയുന്ന ആകാശവും നമ്മുടെ മറൈൻ ഡ്രൈവ് ചുറ്റി അവിടെ മൊത്തം കാണാൻ പറ്റും. അത് ഓക്കെ. എനിക്ക് പക്ഷെ അതൊരു സംഭവമായിട്ട് എനിക്കെന്തോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ കയറാനൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് 2 മിനിറ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കണമെങ്കിൽ 1000 രൂപ അപ്പൊ പോക്കറ്റ് കിട്ടും കേട്ടോ. അതൊരു കൊച്ച് കാലിന് വയ്യാത്തൊരു കുട്ടിയായിരുന്നു. അവനൊരു മാക്സിമം നിന്നിട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ 70 പോലത്തെ. ഇതിന് വേറെന്തോ പേരൊക്കെ ഉണ്ടിടാ. എനിക്ക് അത്രയ്ക്കല്ലേ വിവരമുള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സാധനമൊക്കെ നമ്മൾ തലയുടെ മുകളിൽ വരാനോ തോന്നും. നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യണവർ. ഇതിന് സെപ്പറേറ്റ് പൈസ ഒന്നും കൊടുക്കണ്ടിട്ട് നമ്മൾ പോണ വഴി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നല്ല രസമാണ് സംഭവം കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ ഭയങ്കര കൂവുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോണവരെ തോന്നും. പക്ഷെ വീടില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തെന്നാ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ മാലയും കമ്മലും ബുക്സും
പിന്നെ പണ്ട് കാലത്തെ കുറെ പഴയ മിഠായികളും ചിപ്സും അങ്ങനെ നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ. പിന്നെ എന്താ കുറച്ച് മെറ്റീരിയൽസ്, ഖാദി സിൽക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ഖാദി സിൽക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ, കാരണം ഭയങ്കര പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ റോണപ്പനും സിബിച്ചിനൊക്കെ ഷർട്ട് പീസ് എടുത്തായിരുന്നു. നല്ല തുണിയായിരുന്നു, നല്ല എനിക്ക് തോന്നുന്നു ഒറിജിനൽ ഇതാണ്. ഒരുപാട് കത്തി വിലയൊക്കെ അവർ വിൽക്കുന്നില്ല. പിന്നെ ജ്വല്ലറിയൊക്കെ ഉണ്ട്, അതും ഇങ്ങനെ നമുക്ക് ഈ പിള്ളേർക്കൊക്കെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ കള്ളന്മാർക്ക് ഇടാൻ പറ്റിയ എന്താ പറയാ മോതിരവും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ റോബോട്ട് എന്ന് പറയുന്നത് അപ്പുറത്തത് ആ കുരങ്ങനെ ഉണ്ടല്ല ബാക്കിലിരിക്കുന്നത്, അവർ റിമോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുമ്പോൾ പാവം നടക്കണ കേട്ടോ. ഞാൻ കണ്ടിരിക്കുന്ന റോബോട്ടൊക്കെ സ്വയം അല്ലേ, നമ്മൾ കേട്ടിരിക്കുന്നു അങ്ങനെയല്ലേ റോബോട്ടൊക്കെ സ്വയം വന്ന്. ഇതെനിക്ക് തോന്നുന്നത് അവിടെ റിമോട്ട് കൺട്രോളിൽ മറ്റേ ടോയ് കാർ വർക്ക് ചെയ്യിപ്പിക്കണവരാണ്. ആദ്യം സാധനം ചവിട്ടിപ്പൊളിച്ച് വന്നാണ്ടപ്പോ തന്നെ പേടിച്ചിട്ട് ഞാൻ ഓടിയായിരുന്നു. പിന്നെ മനസ്സിലായി അവൻ അവിടെ റിമോട്ടിൽ ചെയ്യിപ്പിക്കണേ എന്നുള്ളത്. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര രസമായിട്ട് തോന്നും. ഇതിനൊന്നും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിള്ളേരായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ വായനക്കാർക്ക് നല്ല വെറൈറ്റി കാണുമ്പോൾ തന്നെ അറിയാലോ, ഞാൻ വലിയ വായനക്കാരി ഇല്ലെങ്കിലും കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ അടിപൊളി ബുക്ക് കാണുന്നുള്ളത്. പിന്നെ കുട്ടികൾക്കുള്ള ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അന്നമ്മയാണ് ഈ വീട്ടിലെ വായനക്കാരി. അന്നമ്മക്ക് പറ്റിയ കൊച്ചു കൊച്ചു കുഞ്ഞി കഥകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വലിയ വലിയ ബുക്കുകളൊക്കെയാണ്. പിന്നെ എന്താണ് ഈ മല എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താവോ, ഇനി വല്ല മലമുകളിലും കയറാൻ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പോട്ടെ, മാലയും കമ്മലും ഒക്കെ ഉണ്ട്. ഈ പ്രാവശ്യം ഞാൻ കണ്ടതിൽ എനിക്ക് പ്രത്യേകത, ഈ അമ്പലമുറ്റത്തൊക്കെ പോകുമ്പില്ലേ ഇവര് അവിടെയും വന്ന് ഇങ്ങനെ സ്റ്റോൾ ഇടുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ പഴയ തുരുമ്പ് പിടിച്ച സാധനങ്ങളൊക്കെ, പക്ഷെ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഐറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടാ. പിന്നെ എന്താണ് പാത്രങ്ങളും കത്തി എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നു. ഒരുപാട് പൈസയും പിടിച്ചൊന്നും പോകണ്ട, എല്ലാത്തിനും ഇത്തിരി പ്രൈസ് കുറവുണ്ട്. എന്ത് തോന്നിയാവോ, ഇവർക്ക് ചിലപ്പോൾ സ്റ്റാളിനൊക്കെ അധികം വാടക കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പ്രൈസ് കയറ്റിയിടാഞ്ഞ്. പഴയ കാല മിഠായികൾക്ക് പഴയ പോലത്തെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മുടെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അത് സിഗരറ്റ് മിഠായിയൊക്കെ എടുത്തിട്ട് പിടിക്കണ്ടായിരുന്നു തന്നമ്മ. ഇവിടെ നിന്ന് ഞങ്ങൾ 2 ചിപ്സ് ഒക്കെ മേടിച്ചായിരുന്നു. പിന്നെ അച്ചാറിന്റെ പൊന്നോ, അച്ചാർ ടേസ്റ്റ് ചെയ്ത് മടുത്തു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ ചെന്നിട്ട് ഞങ്ങളൊരു എല്ലാം കൂടി ഒരു 1.5 മണിക്കൂർ കൊണ്ട് കണ്ടിറങ്ങി. ബാക്ക് സൈഡിൽ പുഴയുള്ള അവിടെയൊക്കെ കുറച്ചൊരു തിരിഞ്ഞ് ഇവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കപ്പ ബിരിയാണി ഒക്കെ കഴിച്ചു. പിള്ളേരൊക്കെ ഇത് വലിയ ഹിന്ദിയിലൊക്കെ കയറുന്നുണ്ട്. ഒന്നോ എനിക്കിത് കണ്ടിട്ട് തന്നെ പേടിയാവണിരുന്നു, അങ്ങനെ ഫുഡൊക്കെ പോയാണ് ഈ പിള്ളേരെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അങ്ങനെ തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും ഉണ്ട് കുറെ ദിവസം. അപ്പൊ ആരെങ്കിലൊക്കെ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി വിളിച്ച് പോകുമ്പോ പാർക്കിംഗ് ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ 2 പാർക്കിങ്ങിലും പാർക്ക് ചെയ്യാം. പിന്നെ വഴിയിലേക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ആകാശ ഡൈനിങ്. എനിക്ക് അതത്ര മനസ്സില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല.